ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞങ്ങളുടെ ഡിമാൻഡാണ്. പിന്നെ ഇവിടെ കുറേ പേര് ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയേക്കുക. ആദ്യമായിട്ടാണല്ലോ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്ര മാർച്ച് നടത്തിയ ആളുകളാണ് ഇവരെല്ലാം. അവർ പ്രതിപക്ഷ നേതാക്കൾ റോഡിൽ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ വഴിയിലിറങ്ങില്ലെന്ന് പേടിപ്പിക്കുകയാണ്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. മന്ത്രിമാരൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലെ ധനകാര്യമന്ത്രി സജി ചെറിയല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളെ. നിങ്ങളൊന്ന് പോയി അവരെ കാണുമ്പോൾ പറയുക ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറയും. ഞങ്ങൾ വഴിയിലിറങ്ങില്ലെന്ന്. കയ്യിൽ വെച്ചാൽ മതി അതൊക്കെ, ഇങ്ങോട്ട് എടുക്കണ്ട ഞങ്ങളോട്, അതൊന്നും വേണ്ട. അവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരും റോഡിൽ ഇറങ്ങേണ്ടതാണ്, പ്രതിപക്ഷ നേതാക്കന്മാർക്കും MLA മാർക്കും വീടുകളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞത്. വാ ഇങ്ങോട്ട് വാന്നേ, ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ KM മാണിക്കെതിരെ നടന്ന എന്താണ്? ഇന്ത്യയിലെ നിയമസഭാ ചരിത്രങ്ങളിലില്ല. ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ നടത്തിയ, അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മന്ത്രിമാരായിട്ടിരിക്കുക ഈ മന്ത്രിസഭയിൽ. എന്നിട്ട് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ പാടില്ലെന്ന്. എന്നാൽ വേറെ ആരെങ്കിലും വന്ന് കൂട്ടുനിന്നോ? ആരോഗ്യ വകുപ്പിൽ കുഴപ്പമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയോട് പറയും. പഴയ ചരിത്രം മറന്നുപോയി. ഇപ്പം മുതലാളിത്ത മനോഭാവമാണ്. അതുകൊണ്ടാണ് ആശാ വർക്കർമാർ സമരം ചെയ്യാൻ പാടില്ല, യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യാൻ പാടില്ല, യൂത്ത് ലീഗുകാർ സമരം ചെയ്യാൻ പാടില്ല. സമരം കാണുമ്പോൾ ചതുർത്ഥിയാണ്. ഞാൻ പറഞ്ഞല്ലോ, 40 വർഷം മുമ്പ് 50 വർഷം മുമ്പ് സത്യൻ്റെ നസീറിലെ സിനിമയിൽ കാണിക്കുന്ന മുതലാളിമാരുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇവർക്ക്.